അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്മാഉൽ ഹുസ്നയിലെ 6-ാമത്തെ എപ്പിസോഡ്, 6-ാമത്തെ ഇസ്മിലെ 2-ാമത്തെ ഭാഗം. രോഗങ്ങൾ ശിഫയാകാൻ വേണ്ടിയിട്ട് മനോരോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നല്ല അമൂല്യമായിട്ടുള്ള ഒരു മരുന്നാണ് ഈ അസ്മാഉൽ ഹുസ്ന. വിശദമായി പറയുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് നല്ല ഇഖ്ലാസോടു കൂടി, നല്ല നിയ്യത്തോടു കൂടി, നല്ല ഉദ്ദേശത്തോടു കൂടി ആത്മാർത്ഥമായി ചെയ്യാൻ ഫലം തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ രോഗങ്ങൾ ശിഫയാവാൻ വേണ്ടിയിട്ട് 115 പ്രാവശ്യം ഈ പറയുന്ന ഇസ്മ 115 പ്രാവശ്യം ആത്മാർത്ഥമായിട്ട് ചൊല്ലിട്ട് രോഗിന്റെ അടുത്ത് നിന്നിട്ട് ആ രോഗിക്കൊന്ന് മന്ത്രിച്ചോദി കൊടുക്കുക. എന്നാൽ രോഗത്തിലുള്ള ശമനം ലഭിക്കുമെന്നുള്ളത് നിങ്ങൾ ദിവസം ചെയ്യണം. എന്ന് ചെയ്തതനുസരിച്ചുള്ള ഫലം കൂടി കിട്ടും. അപ്പൊ ബിസ്മിയും ഹംദും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ് എന്നിങ്ങനെ ഈ 115 പ്രാവശ്യം ചൊല്ലിയിട്ട് രോഗിക്ക് മന്ത്രിച്ചൂതുക. സ്വലാത്തോടു കൂടി അവസാനിപ്പിക്കുക, ദുആ ചെയ്യുക. രോഗശമനം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മനോരോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ടോ, പ്രയാസപ്പെടുന്ന ആളുകളുണ്ടോ, 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം 136 പ്രാവശ്യം ഇത് ദിവസം പതിവാക്കി. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം 136 പ്രാവശ്യം ബിസ്മിയും ഹംദും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിനു ശേഷം യാ സലാമു യാ അല്ലാഹ് 136 പ്രാവശ്യം 5 വഖത്തിലും അങ്ങനെ ദിവസം പതിവാക്കി കൊണ്ടുവരികയാണെങ്കിൽ എന്ത് ചെയ്യും? മനസ്സിൽ മനപ്രയാസം അതുപോലെ തന്നെ മനോരോഗങ്ങളൊക്കെ എന്ത് ചെയ്യും? മാറിക്കിട്ടും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ മാറാവിധ രോഗങ്ങൾ, ക്യാൻസർ, ട്യൂമർ, കീറിമുറിക്കുന്ന രോഗങ്ങളുടെ എല്ലാവിധ രോഗങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കാവൽ നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.